വർഷങ്ങളായി ചൈനീസ് കമ്പനികൾ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ പാകിസ്ഥാൻ കണ്ടില്ലെന്ന് നടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്ലാമാബാദ് വാഷിംഗ്ടണുമായി സൗഹൃദം സ്ഥാപിച്ച് ഒന്ന് നിവർന്നു നിൽക്കുന്നതിന് മുമ്പ് തന്നെ ചൈനയുടെ കുത്തിന് പിടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അമേരിക്കയുമായി വർദ്ധിച്ചു വരുന്ന സൗഹൃദത്തിൽ ചൈനയുടെ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ, ചൈനീസ് കമ്പനികളോട് രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫാക്ടറികളും അടച്ചുപൂട്ടി വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞിരിക്കുകയാണ് പാക് സർക്കാർ. പാകിസ്ഥാന്റെ ഈ ധിക്കാരത്തിൽ ചൈനീസ് കമ്പനികൾ അങ്ങേയറ്റം അസ്വസ്ഥരാണ്. പാകിസ്ഥാൻ സെനറ്റ് ധനകാര്യ സമിതിയുടെ ഒരു യോഗത്തിലാണ് ഫെഡറൽ ബോർഡ് ഓഫ് റവന്യൂ ചെയർമാൻ റാഷിദ് ലാംഗ്രിയാൽ ചൈനീസ് ഉടമസ്ഥതയിലുള്ള ടൈൽ ഫാക്ടറികൾക്ക് നേരിട്ട് ഒരു താക്കീത് നൽകിയത്. നിങ്ങളുടെ ഉൽപാദന ലൈനുകളിൽ AI ക്യാമറകൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ പ്രവർത്തനം നിർത്തുക. പാകിസ്ഥാനിലുള്ള ചൈനീസ് ഫാക്ടറികൾ ഉൽപാദനം കുറച്ചു കാണിച്ച് വൻ നികുതി തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ ആരോപണം. ഇത് തടയാൻ ചൈനീസ് ഫാക്ടറികളിൽ AI ശേഷിയുള്ള ക്യാമറകൾ സ്ഥാപിക്കണമെന്നും പാക് സർക്കാരിന്റെ ആവശ്യം ചൈനീസ് കമ്പനികൾ നേരത്തെ എതിർത്തിരുന്നു. ഫെഡറൽ ബോർഡ് ഓഫ് റവന്യൂ അനുസരിച്ച് ടൈൽ മേഖലയിൽ മാത്രം ഓരോ വർഷവും ഏകദേശം 3000 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് ചൈനീസ് കമ്പനികൾ നടത്തുന്നത് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. നികുതി പിരിവ് വർദ്ധിപ്പിക്കാനും സമ്പദ് വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്താനും വാങ്ങിയ കടം തിരിച്ചടയ്ക്കാൻ തങ്ങൾക്ക് ഉദ്ദേശമുണ്ടെന്ന് US-നെ ബോധ്യപ്പെടുത്താനുമാണ് പാകിസ്ഥാൻ ഈ തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് സിമന്റ്, പഞ്ചസാര ഉൾപ്പെടെയുള്ള 17-18 പ്രധാന വ്യവസായങ്ങളിലുടനീളം സർക്കാർ ഒരു AI ക്യാമറ നിരീക്ഷണ സംവിധാനം നടപ്പാക്കുന്നു. ഇവിടെയെല്ലാം സാങ്കേതിക വിദ്യ ഇതിനകം തന്നെ സാങ്കേതിക വിദ്യ ഇതിനകം തന്നെ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ അധികമായി എത്തിക്കുമെന്നാണ് പാകിസ്ഥാൻ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ചൈനീസ് കമ്പനികൾ നിയമനിർമ്മാതാക്കളോട് ഈ ക്യാമറകൾ ആവശ്യമില്ലെന്ന് അറിയിച്ചതിന് കാരണം ഇതാണ്. അതായത് ഇത് അവരുടെ വ്യാപാര രഹസ്യങ്ങൾ, ട്രേഡ് സീക്രട്ടുകൾ പുറത്താക്കും. സൗദി അറേബ്യയിലോ മറ്റു രാജ്യങ്ങളിലോ പോലും തങ്ങൾക്ക് ഇങ്ങനെയുള്ള നിയമങ്ങൾ നേരിടേണ്ടി വരുന്നില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ എന്നുള്ളതാണ് ചൈനീസ് കമ്പനികൾ ചോദിക്കുന്നത്. പാകിസ്ഥാന്റെ മറുപടി അപ്പോഴും ഒരു വ്യക്തമായ നോ തന്നെയായിരുന്നു. ചൈനീസ് കമ്പനി നിയന്ത്രിക്കുന്ന എണ്ണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ചൈനീസ് കമ്പനി നിയന്ത്രിക്കുന്ന ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടൈൽസിന്റെ എണ്ണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. പക്ഷെ ഞങ്ങൾക്ക് AI-യിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഉൽപാദനം നിരീക്ഷിക്കുന്നതിനായി എല്ലാ സെറാമിക് ഫാക്ടറികളിലും തദ്ദേശീയമോ വിദേശമോ ആകട്ടെ, എല്ലാ സെറാമിക് ഫാക്ടറികളിലും AI-യിൽ പ്രവർത്തിക്കുന്ന ലെൻസ് ക്യാമറകൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നായിരുന്നു സർക്കാർ പ്രതിനിധിയുടെ മറുപടി. ഇതാദ്യമായിട്ടാണ് ഒരു കാലത്ത് എല്ലാ സ്വാതന്ത്ര്യത്തോടെയും പ്രവർത്തിച്ചിരുന്ന ചൈനീസ് കമ്പനികൾക്കെതിരെ പാകിസ്ഥാൻ ഇത്രയും കടുത്ത ഒരു നിലപാടെടുക്കുന്നത്. എന്തായാലും ഈ സാഹചര്യങ്ങളെല്ലാം തെളിയിക്കുന്നത് ആരുടെ സൗഹൃദത്തിനെ പിണക്കാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് പാകിസ്ഥാൻ തുലാസിൽ അളന്നപ്പോൾ അതിൽ അമേരിക്കയുടെ തട്ട് താണ് തന്നെ ഇരുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനെ എതിർക്കുന്ന, ഫലത്തിൽ അമേരിക്കയെ എതിർക്കുന്ന ഏതൊരു കമ്പനിക്കും കെട്ടും ഭാണ്ഡവും എടുത്ത് വീട്ടിൽ പോകാം. ഇതാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.